കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാകേന്ദ്രമായിരുന്നു ഒരു കാലത്ത് ഹിൽ പാലസ്. എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലുള്ള ഈ കൊട്ടാരം ഇപ്പോൾ ഒരു സുപ്രധാന പുരാവസ്തു മ്യൂസിയമാണ്. ടിക്കറ്റ് എടുത്ത് അകത്തു കടക്കാം. ഇടതുവശത്തായി വിശാലമായ പാർക്കിംഗ് സ്ഥലമുണ്ട്. അതിനടുത്തു തന്നെ ഒരു കുളവും കുളത്തിന് സമീപത്തായി കുട്ടികളുടെ ഒരു കളിസ്ഥലവുമുണ്ട്. പടികൾ കയറി നേരെ പാലസിൻ്റെ മുന്നിലേക്കെത്താം. കൂടാതെ വളഞ്ഞ് പുളഞ്ഞ് മുകളിലേക്ക് എത്തുന്ന പാതയിലൂടെ കാറിലും എത്തിച്ചേരാവുന്നതാണ്. പാലസിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി പാദരക്ഷകൾ അഴിച്ചു മാറ്റേണ്ടതുണ്ട്. ഇതിനായി ഇടതുഭാഗത്തായി പ്രത്യേകം കൗണ്ടർ സ്ഥാപിച്ചിരിക്കുന്നു. പാലസിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ടിക്കറ്റ് കാണിക്കേണ്ടതുണ്ട്. മുകളിലേക്കുള്ള കോണിപ്പടികൾ കയറിയാൽ ആദ്യം നാം എത്തുന്നത് ദർബാർ ഹാളിന് മുന്നിലാണ്. രാജാവിൻ്റെ സിംഹാസനവും അതേപോലെ മറ്റ് ഇരിപ്പിടങ്ങളും വശങ്ങളിലായി ക്രമീകരിച്ചിട്ടുണ്ട്. ദർബാർ ഹാളിൽ നിന്നും നേരെ മുന്നിലുള്ള ബാൽക്കണിയിലേക്ക് പ്രവേശിച്ചാൽ മുന്നിലെ ഉദ്യാനം കാണാം. ധാരാളം സന്ദർശകർ പടികൾ കയറി വരുന്നുണ്ട്. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ്. ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുതി കൊണ്ടായിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നത്. മരത്തിൽ പണിതീർത്ത ഒരു കൊമ്പനാനയുടെ രൂപം വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. തുടർന്ന് കാണുന്നവ ചരിത്ര സ്മാരകങ്ങളാണ്. ട്രോഫികൾ, ചിത്രങ്ങൾ എന്നിവ കൂടാതെ രാജവംശത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും തുടർന്ന് കാണാം. കൊച്ചിയിലെ അവസാനത്തെ രാജാവായിരുന്നു രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ. സംസ്കൃത പണ്ഡിതരിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം. കറങ്ങുമ്പോൾ സംഗീതം പൊഴിക്കുന്ന ഒരു യന്ത്രമാണിത്. മുകളിലെ തട്ടിൽ പാവകൾ കൂടെ നൃത്തം ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ചില്ലുകൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്. വിവിധ തരം രാജവാഹനങ്ങളുടെ ഒരു ഗാലറിയാണിത്. പല്ലക്കുകൾ മുതൽ പഴയകാല കാർ വരെ ഇവിടെ കാണാം. ശവം മറവ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന നന്നങ്ങാടികൾ, രാജ്യഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന പെരുമ്പറ. ഹിൽ പാലസിനെ കുറിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ ചിത്രങ്ങൾ. ഇതിനിടെ സ്വർണ്ണക്കിരീടവും മറ്റു വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റും സൂക്ഷിച്ചിരിക്കുന്ന അറയിൽ നമുക്ക് പ്രവേശിക്കാം. എങ്കിലും ഫോട്ടോഗ്രാഫി അവിടെ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. കൊളോണിയൽ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന കോണിപ്പടിയിലൂടെ താഴേക്ക് ഇറങ്ങാം. പുറത്തെത്തി ചെരുപ്പ് ധരിച്ചു വേണം ഇനിയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ. തൊട്ടു പിന്നിൽ തന്നെയായി ഒരു കൃത്രിമ ജലാശയവും ഉദ്യാനവും. നൃത്തമണ്ഡപം ഇതിനടുത്തു തന്നെയാണ്. ഇവിടേക്ക് അധികമാരും എത്തിപ്പെടുന്നതായി കാണുന്നില്ല. മണിച്ചിത്രത്താഴിലെ സുപ്രധാന നൃത്തരംഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അവിടെ നിന്ന് ഉദ്യാനത്തിലൂടെ തിരിച്ചു നടന്നു. കുളിപ്പുരയിലേക്കുള്ള വഴിയാണ് മുന്നിൽ കാണുന്നത്.
ഈ വഴിക്ക് കുറുകെയാണ് നാലുകെട്ടിലേക്കുള്ള നടപ്പാത പോകുന്നത്. തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ക്ഷേത്രവുമുണ്ട്. മണിച്ചിത്രത്താഴ് സിനിമ കണ്ടവർക്കാർക്കും തന്നെ ഈ കുളത്തിൻ്റെ പരിസരവും നാലുകെട്ടും മറ്റും മറക്കാൻ സാധ്യമല്ല. നാലുകെട്ടിൽ നിന്ന് നോക്കുമ്പോൾ കുളിപ്പുരയുടെ ദൃശ്യവും അതേപോലെ പരിസരവുമാണ് കാണുന്നത്. തിരിച്ച് നാലുകെട്ടിനകത്തേക്ക് പ്രവേശിച്ചു. ഇത് ഇപ്പോൾ ഒരു പൈതൃക മ്യൂസിയമാണ്. തടി കൊണ്ട് നിർമ്മിച്ച ഒരു ധാന്യ സംഭരണിയാണിത്. ത്രാസും അതിനു മുമ്പായി തൂക്കം നോക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളിക്കോലുകളും. ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പലതും രാജ്യഭരണകാലത്ത് ഉപയോഗിച്ചിരുന്നവയും അവയ്ക്ക് പുറമെ പല സ്ഥലങ്ങളിൽ നിന്നായി കണ്ടെടുത്തവയുമുണ്ട്. നാലുകെട്ടിൽ നിന്ന് മുൻവശത്തെ റോഡിലൂടെ ഹിൽ പാലസിൻ്റെ പിറകിലേക്ക് നടന്നാൽ മാനുകളെ വളർത്തുന്ന സങ്കേതത്തിൻ്റെ സമീപമാണ് എത്തുന്നത്. തൊട്ടടുത്തു തന്നെ പാറക്കല്ലിൽ വെട്ടിയുണ്ടാക്കിയ ഒരു ഗുഹ സ്ഥിതി ചെയ്യുന്നു. ഒരു വശത്തെ പ്രവേശനദ്വാരത്തിലൂടെ കടന്ന് അല്പം ചുറ്റി മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് കടക്കാം. അവസാനത്തെ രാജാവായിരുന്ന രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ്റെ സ്മൃതി മണ്ഡപമാണിത്.
തൃപ്പൂണിത്തുറ അങ്ങാടിയിൽ പൂർണ്ണത്രയീ ക്ഷേത്രത്തിനു അഭിമുഖമായി സ്ഥാപിച്ചിരിക്കുന്ന മഹാരാജാവിന്റെ വെങ്കല പ്രതിമ.